അര കിലോന്റെ മേലെ വരും, അര കിലോന്റെ മേലെ എനിക്കും കിട്ടിയിട്ട് ഒരു കരിമീൻ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മീൻ പിടിക്കാൻ ക്യൂൻസ് വയലാണ് കേട്ടോ പോയത്. രാവിലെ ഒരു 6:30 മണിക്ക് ഞാനവിടെ എത്തി. നല്ല അന്തരീക്ഷമാണ്. പ്രാവുകൾക്ക് അവിടെ കുറേ ചേട്ടന്മാർ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുതിരപ്പുറത്തൊരു ചേട്ടൻ വരുന്നുണ്ട്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളാണ് രാവിലെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇവിടെയാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ നിൽക്കുന്നത്. ഇന്ന് കരിമീനെ പിടിക്കാനാണ് പോകുന്നത്. എന്താ ലൈറ്റാണല്ലോ. അല്ല, നേരത്തെ വന്നിട്ടും കാര്യമില്ല, ഭയങ്കര ഇട്ടാ. ഓക്കെ, വലി ചോദിച്ചേട്ടാ പോയി പല്ലൻ സ്പെഷ്യലിസ്റ്റ്. ജോയിച്ചേട്ടനെ കാണിച്ചു, ചോദിച്ചാ കരിമീനെ കാണിച്ചോ. എന്നാ ഒരു പെടക്കണ കരിമീൻ എനിക്കും കിട്ടിയിട്ട് ഒരു കരിമീൻ. എന്നാ ജോയേട്ടൻ നമ്മളെ കളിയാക്കായിരുന്നു, നമുക്ക് പിടിക്കാറിയില്ലാണ്ട്. നമ്മളും പിടിച്ചേ. ഒരു പൊട്ടിപ്പോയ കുളത്ത് കെട്ടാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ ദിവസം ഉണ്ണിയേട്ടൻ തൂക്കി. കാര്യം ജോയേട്ടനൊക്കെ വലിയ കരിമീനെ ഉണ്ണിയേട്ടൻ പൊക്കിയിരിക്കുകയാണ്. ഒരു 3/4 കിലോ വരും. എന്തായാലും സന്തോഷം, അടിപൊളി. അങ്ങനെ ഇന്ന് ഒരു 6 കരിമീനെ കിട്ടി. ഞങ്ങളിത് അവസാനിപ്പിക്കുകയാണ്. സമയം 8 അതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വലിയൊരു കരിമീനെ കിട്ടിയിരിക്കുകയാണ്. ഒരു 10-700 ഗ്രാം ഉണ്ടോ. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് കരിമീൻ ഡേ ആണ്. ജോയേട്ടൻ്റെയും ഉണ്ണിയേട്ടൻ്റെയും കൂടെ ജെയ്സൺ. അപ്പോൾ ബൈ. അര കിലോന്റെ മേലെ വരും, അര കിലോന്റെ മേലെ എനിക്കും കിട്ടിയിട്ട് ഒരു കരിമീൻ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മീൻ പിടിക്കാൻ ക്യൂൻസ് വയലാണ് കേട്ടോ പോയത്. രാവിലെ ഒരു 6:30 മണിക്ക് ഞാനവിടെ എത്തി. നല്ല അന്തരീക്ഷമാണ്. പ്രാവുകൾക്ക് അവിടെ കുറേ ചേട്ടന്മാർ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുതിരപ്പുറത്തൊരു ചേട്ടൻ വരുന്നുണ്ട്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളാണ് രാവിലെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇവിടെയാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ നിൽക്കുന്നത്. ഇന്ന് കരിമീനെ പിടിക്കാനാണ് പോകുന്നത്. എന്താ ലൈറ്റാണല്ലോ. അല്ല, നേരത്തെ വന്നിട്ടും കാര്യമില്ല, ഭയങ്കര ഇട്ടാ. ഓക്കെ, വലി ചോദിച്ചേട്ടാ പോയി പല്ലൻ സ്പെഷ്യലിസ്റ്റ്.